ഹലോ കൂട്ടുകാരെ, നമുക്കിനി പരീക്ഷയ്ക്കായിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ നടത്തിയാലോ? അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ? സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന. ആറ്റത്തിൻ്റെ ഘടനയിൽ ആദ്യം നമ്മൾ സബ്സ്റ്റൻസ്, പദാർത്ഥം, ഘടകമൂലങ്ങൾ, തന്മാത്രയുടെ സൂത്രം, ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം, ഇതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. ഷുഗർ ആയിരുന്നു ആദ്യത്തെ സബ്സ്റ്റൻസ്. അതിലുണ്ടാകുന്ന ഘടകമൂലം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കെമിക്കൽ ഫോമുല എങ്ങനെയാണ്? ഷുഗറിൻ്റെ C12H22O11. അവരുടെ റേഷ്യോ അനുപാതം എന്ന് പറയുന്നതും 12:22:11 ആണ്. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോഴും അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ്, ഘടകമൂലങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. ഗ്ലൂക്കോസിലും ഷുഗറിലും ഘടകമൂലങ്ങൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഒന്നാണ്. കെമിക്കൽ ഫോമുല ഷുഗറിൽ C12H22O11, ഗ്ലൂക്കോസിൽ C6H12O6 ആണ്. അതിൻ്റെ അനുപാതം റേഷ്യോ വരുമ്പോഴത്തേക്ക് 1:2:1. 6:12:6 ആണ്. അത് നമുക്ക് സ്മോൾ റേഷ്യോ ആക്കി മാറ്റാം. അതാണ് 1:2:1. അടുത്ത വാട്ടർ, അന്നത്തെ ഹൈഡ്രജനും ഓക്സിജനുമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ്, ഘടകമൂലങ്ങൾ. കെമിക്കൽ ഫോമുല വാട്ടറിൻ്റെ നമുക്കറിയാം H2O. അതിൻ്റെ റേഷ്യോ അനുപാതം എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. അപ്പോൾ മോളിക്യൂൾസ്, തന്മാത്രകൾ എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തന്മാത്ര, എന്താണ് മോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ എന്താ ഇതിൻ്റെ? മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ, ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്, സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഹൗ ഡു സബ്സ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ? വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഓഫ് ദി മോളിക്യൂൾ, തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ. ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഇൻ ദ, ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം. ഇനി 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് ആറ്റത്തിൽ. അത് ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ഏതൊക്കെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ആറ്റത്തിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം വില്യം ക്രൂക്സ് 1875 നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബിൽ 2 സൈഡിലുമായിട്ട് ലോഹ തകിടുകൾ, മെറ്റൽ പ്ലേറ്റ്സ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഒരു മെറ്റൽ പ്ലേറ്റ്, അതായത് ഈ സൈഡിൽ ഇരിക്കുന്ന ലോഹ തകിടുകൾ സുഷിരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനെയാണ് ആനോഡ് എന്ന് വിളിച്ചത്. ഈ മെറ്റൽ പ്ലേറ്റിന്, ഈ ലോഹ തകിടിനെ കാഥോഡ് എന്ന് വിളിച്ചു. എന്നിട്ട് ഇതിൽ കൂടെ ഹൈ വോൾട്ടേജിൽ ഉയർന്ന വോൾട്ടേജിൽ കറണ്ടിനെ പാസ് ചെയ്യിപ്പിച്ചു. ഇലക്ട്രിസിറ്റിയെ കടത്തിവിട്ട് നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ വക്കം പമ്പൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ എയർ എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്ററാണ്, വിദ്യുത്വരോധിയാണ്. അപ്പോൾ എയർ ഉള്ളപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി കടന്നു പോകത്തില്ല, വൈദ്യുതി കടത്തിവിടത്തില്ല. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് എയറിനെ നീക്കം ചെയ്യുമ്പോൾ അവിടെ എന്തോ അവർക്ക് കാണാൻ സാധിച്ചു? അവിടെ ഇലക്ട്രിക് ഡിസ്ചാർജ് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ആനോഡ്. ഈ ആനോഡിന് സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡ് എന്ന് പറയുന്നത്. പ്രിഫറേറ്റഡ് മെറ്റൽ ഇലക്ട്രോഡിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. ഈ ആനോഡിൻ്റെ ബാക്കിലായിട്ട് ഒരു സിങ്ക് സൾഫൈഡ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ഈ സുഷിരങ്ങളിലൂടെ കടന്ന് ഈ സിങ്ക് സൾഫൈഡ് കോട്ടിങ്ങിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ഗ്ലോയ്, ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. അപ്പോൾ കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ അല്ലെങ്കിൽ റേസ് ആണ് ഈ തിളക്കത്തിന് കാരണമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളായതുകൊണ്ട്, കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആയതുകൊണ്ട് അതിനെ കാഥോഡ് റേസ് എന്ന് വിളിച്ചു. എന്താണ്? കാഥോഡ് റേസ് എന്ന് അറിയപ്പെട്ടു. പിന്നെ കൂടുതൽ പഠനങ്ങൾ അതിനെപ്പറ്റി നടത്തി. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ടതാണ് കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്.
അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ കാഥോഡ് റേസ് വരുന്ന ഭാഗത്തായിട്ട് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് അതാര്യ വസ്തുക്കൾ വെച്ചാൽ ഷാഡോ ഫോം ചെയ്ത് നിഴലുണ്ടാകുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി കാഥോഡ് റേസ്, കാഥോഡിൽ നിന്ന് വരുന്ന കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിലാണ് കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതെങ്ങനെ വേണേലും ചോദിക്കാം. എങ്ങനത്തെ എക്സ്പെരിമെൻറ്റിലൂടെ ആണ് അവർ മനസ്സിലാക്കിയത് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസിലാണ്, നേർരേഖയിലാണ് കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കാഥോഡ് റേസ് വരുന്ന അവിടെ നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്ട്സ് വെക്കുന്നു, അതാര്യ വസ്തുക്കൾ വെക്കുമ്പോൾ ആ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചപ്പോൾ നിഴലുണ്ടാകുന്നതായി, ഷാഡോ ഉണ്ടാകുന്നതായി കണ്ടു. കാഥോഡ് രശ്മിയുടെ ഏത് സവിശേഷതയാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്, കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. 2. ഇഫ് എ സ്മോൾ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദി പാത്ത് ഓഫ് ദി കാഥോഡ് റേസ് ഇറ്റ് റൊട്ടേറ്റ്സ്. Thus we can understood that particles in the cathode rays have mass. ഇനി ഒരു ചെറിയ സ്മോൾ പാഡിൽ വീല്, നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം ഈ കാഥോഡ് റേസ് വരുന്ന പാതയിൽ വെക്കുന്നു. അപ്പോൾ അത് കറങ്ങുന്നതായിട്ട്, റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ കാഥോഡ് രശ്മികളുടെ ഏത് സവിശേഷതയാണ് അതിൽ പറയുന്നത്? കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് പാർട്ടിക്കിൾസ് ഇൻ ദി കാഥോഡ് റേസ് ഹാവ് മാസ്. പാർട്ടിക്കിൾസ് ഇൻ ദി കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് അപ്ലൈഡ് ഓൺ ദി ബോത്ത് sides of the rays, they are found to be attracted towards the positive side. From this we can infer that cathode rays have negative charge. ഇനി കാഥോഡ് റേസ് വരുന്ന ഭാഗത്തായിട്ട് രണ്ട് സൈഡിലായിട്ട് വൈദ്യുതി മണ്ഡലം, ഇലക്ട്രിക് ഫീൽഡ് രണ്ട് സൈഡിലും വെക്കുന്നു, പോസിറ്റീവും നെഗറ്റീവും വെക്കുന്നു. അപ്പോൾ വന്ന കാഥോഡ് റേസ് പോസിറ്റീവ് വൈദ്യുതി മണ്ഡലത്തിലേക്ക്, പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് ചായ്വ് പോകുന്നതായിട്ട്, അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്, കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ ഈ പാത്തിൽ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം വെച്ചപ്പോഴും ഈ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടായതായിട്ട്, ഈ പാത്ത് ഡിഫ്ലീറ്റ് ചെയ്തതായിട്ടും കാണാൻ സാധിച്ചു. അപ്പോൾ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ, ഇലക്ട്രിക് ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ അനുപാതം ഡിറ്റർമൈൻ ചെയ്തതും ജെ തോംസൺ ആണ്. ഇനി പ്രോട്ടോൺ. അപ്പോൾ യൂഗൻ ഗോൾസ്റ്റീന് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി. അദ്ദേഹം ഉപയോഗിച്ച് പ്രിഫറേറ്റഡ് കാഥോഡാണ്. കാഥോഡിന് അദ്ദേഹം സുഷിരങ്ങൾ വെച്ച് അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്തോ റേസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം ആ റേസിനെ, ആനോഡിൽ നിന്ന് വന്ന റേസിനെ കനാൽ റേസ് എന്ന് വിളിച്ചു. അപ്പോൾ അത് ആനോഡിൽ നിന്ന്, പോസിറ്റീവ് സൈഡായ ആനോഡിൽ നിന്ന് വന്നപ്പോൾ അതിനെ ആനോഡ് റേസ് എന്ന് വിളിച്ചു. ഈ സെയിം റേസിനെ കനാൽ റേസ് എന്നും പറയും. അദ്ദേഹത്തിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചപ്പോൾ പോസിറ്റീവ് ചാർജ് അതിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ കനാൽ റേസിൻ്റെ സ്വഭാവങ്ങളും നേച്ചറും ഒക്കെ പല ഗ്യാസസ് വെച്ച് മാറ്റി മാറ്റി നോക്കി. അപ്പോൾ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ ഭാരം കുറഞ്ഞതുമായിട്ടുള്ള പോസിറ്റീവ് പാർട്ടിക്കിൾ ഒബ്റ്റെയിൻ ചെയ്തത് ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തപ്പോഴാണ് സ്മോളസ്റ്റും ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾ കനാൽ റേസിനുള്ളത് ഉണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഹൈഡ്രജൻ ഫില്ല് ചെയ്തപ്പോഴാണ് ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള കണികകളുള്ള കനാൽ റേസ് ഒബ്റ്റെയിൻ ചെയ്തത്. പിന്നീട് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, അതിനെ പ്രോട്ടോൺ എന്ന് നെയിം ചെയ്തത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് നെയിം ചെയ്തത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ എന്ന് നെയിം ചെയ്ത ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക, പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദി ആറ്റം. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. അപ്പോൾ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ, പാർട്ടിക്കിളിൽ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച് പ്രപ്പോസ് ചെയ്തത്.
അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡലിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ. ഒരു ഗോളത്തിൽ, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അദ്ദേഹം പറയുന്നത് ഈ വാട്ടർമെലൻ ഇല്ലേ, അപ്പോൾ തണ്ണിമത്തങ്ങയിൽ ചുമന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്. തണ്ണിമത്തങ്ങയുടെ കുരു എന്ന് പറയുന്നത് ആ കുരുവിന് നെഗറ്റീവ് ചാർജായിട്ടും ചുമന്ന ഭാഗത്തെ അദ്ദേഹം പോസിറ്റീവ് ചാർജുമായിട്ട് കൺസിഡർ ചെയ്ത് ആ ചുമന്ന ഭാഗത്ത് എങ്ങനെയാണോ ഈ കുരു ഇങ്ങനെ കിടക്കുന്നത് അതുപോലെയാണ് നെഗറ്റീവ് ചാർജ് കിടക്കുന്നത്, പോസിറ്റീവ് സ്പിയറിൽ നെഗറ്റീവ് ചാർജ് കിടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. ദി ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇൻ ദി സ്പിയർ വിൽ ബി ഈക്വൽ. അദ്ദേഹം പറഞ്ഞു ഈ സ്പിയറിനകത്ത്, ഈ ഗോളത്തിനകത്ത് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും ആകെ എണ്ണം എന്ന് പറയുന്നത് ഈക്വൽ ആണ്, തുല്യമായിരിക്കും. സോ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതിനാൽ ആറ്റം വൈദ്യുതിപരമായി നിർവീര്യമാണ്. കാരണം പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും എണ്ണം ഒരുപോലെ ആയിരുന്നാൽ പിന്നെ അതെന്തായിരിക്കും, ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും, വൈദ്യുതിപരമായി നിർവീര്യമായിരിക്കും. ബട്ട് തോംസൺ മോഡൽ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദി റിസൾട്ട്സ് ഓഫ് സെവറൽ എക്സ്പെരിമെൻറ്റ്. പല എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോഴും തോംസൻ്റെ മോഡലിന് ആ എക്സ്പെരിമെൻറ്റിലൊന്നും വിശദീകരണം നൽകാൻ പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മോഡൽ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും എൻ്റെ കൂടെ പഠിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ ആനുവൽ എക്സാമിന് വാങ്ങാൻ സാധിക്കും. താങ്ക്